ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഡേ 5 ആണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റ് ഇന്നലെ നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ലല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ 6:30 ആയപ്പോഴത്തേനും റെഡിയായി ഇവിടെ വന്നു. അപ്പോൾ ക്യൂ നിന്ന് ആദ്യം തന്നെ നമ്മുടെ ടിക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ബോഡി വെയ്റ്റും ലഗേജിൻ്റെ വെയ്റ്റും ചെക്ക് ചെയ്യും. ബോഡി വെയ്റ്റ് ഒരാളുടെ 80-ന് താഴെ ആയിരിക്കണം. 80-ന് മേളിലാണ് എക്സ്ട്രാ 150 രൂപ കൊടുക്കണം. ഈ ലഗേജ് ഒരാൾക്ക് 2 കിലോയെ കൊണ്ടുപോകത്തുള്ളൂ. 2 കിലോയുടെ മേളിൽ ലഗേജ് ഉണ്ടെങ്കിൽ അതിന് 150 രൂപ വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ എല്ലാവരുടെയും ബോഡി വെയ്റ്റ് നോക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫ്ലൈറ്റിൽ 400 കിലോ എങ്ങാണ്ട് കയറത്തുള്ളൂ, 400 സംതിങ്. അപ്പോഴത്തേനും അവർക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബോഡി വെയ്റ്റും ലഗേജ് വെയ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കയറ്റാനായിട്ട്. ഒരു ഹെലികോപ്റ്ററിൽ അപ്പോൾ 5 പേർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ അനുസരിച്ച് വിടാനായിട്ടുള്ള ഇങ്ങനെ താമസമാണ്. മറ്റാൾക്കാർ നിൽപ്പുണ്ട്, അവരെല്ലാം നോക്കി നമ്മളെ അവരുടെ കൂടെയൊക്കെ മിക്സ് ചെയ്തായിരിക്കും വിടുക, പലതായിട്ട് 5 പേര് വെച്ചിട്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞങ്ങളിത് ഇപ്പം അവരുടെ ഓഫീസിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്, അപ്പുറത്ത് അവരുടെ ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം. ഇതിനകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം. ആടെ മേളിൽ നോക്ക്, സൺറൈസ്. അത് പക്ഷെ ഇച്ചിരി വെട്ടമായില്ലേ. ഇറങ്ങി ഗൈസ്. അച്ഛനും അമ്മയൊക്കെ നേരത്തെ വന്ന്, ഇപ്പോഴാണ് ഞാനും എൻ്റെയും കൂടെ ആയിരുന്നു. അപ്പോൾ വന്നുള്ള അകത്ത് ഫോൺ എടുക്കത്തില്ല. നല്ല ദൂരം ഉണ്ടായിരുന്നല്ലേ, പക്ഷെ നല്ല രസം. ഞാൻ പൈലറ്റിൻ്റെ അടുത്തായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കണം എന്ന് ഓർത്താ ഇരുന്നേ, ബട്ട് പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരോടെ ഇപ്പോൾ വന്നെങ്കിൽ ബാക്കി എല്ലാവരും വരുന്നേ ഉള്ളൂ. കുറേ പേരൊക്കെ എത്തി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇങ്ങനെ ഗൈസ് സക്സസ്ഫുള്ളി ഗംഗാരി എത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ ഇന്ന് വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാനാണ് തോന്നുന്നു പോകുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് കുബേര നെക്സ്റ്റ് നമ്മുടെ ഹോട്ടലിൽ എത്തണം. പക്ഷെ നല്ല ദൂരം നടക്കാനുണ്ട്. ഇപ്പം മാമൻ്റെ ഒക്കെ ഫ്ലൈറ്റ് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ റിട്ടേൺ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ, ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ ഇന്ന് തന്നെയാണ് അവർ റിട്ടേൺ തരുന്നത്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇനി ഇവിടെ 2 രാത്രി കൂടെ സ്റ്റേ ചെയ്തിട്ടാണ് തിരിച്ച് റിട്ടേൺ വരിക. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് നടക്കുമല്ലോ. സോ അതാണ് വിഷയം വന്നേ. അപ്പം നാളത്തേക്ക് പറഞ്ഞപ്പോഴത്തേനും നാളെയാണെങ്കിൽ നമുക്ക് തിരിച്ചുള്ളത് ഉച്ച കഴിഞ്ഞാണ്. നാളെ അല്ല, അടുത്ത ദിവസം ഉച്ചകഴിഞ്ഞാകുമ്പോൾ നമ്മൾ എത്തുമ്പോൾ ലേറ്റാണ്. നമ്മുടെ പ്ലാൻ മൊത്തം മാറും. ബാക്കിയുള്ളവരൊക്കെ നടന്ന് രാവിലെ പോകുമ്പോൾ ഉച്ചയാകുമ്പോൾ അങ്ങ് എത്തും. അപ്പം നമ്മൾ നടക്കണം തിരിച്ച്. അപ്പം നടക്കുവാണ്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ തിരിച്ച് പൈസ കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇനിവേ ക്യാൻസൽ ചെയ്യാൻ പോകണം നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ്. ഓക്കെ ഗായ്സ്, കുറേ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ റിട്ടേണിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നടക്കാം. ഇവിടെ മറ്റേ കുതിരപ്പുറത്ത് കൊണ്ടുപോകും, എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ നടക്കുകയാണ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. കുറച്ച് നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അവർ പറഞ്ഞിരുന്നു കർപ്പൂരം മണത്താൽ മതി, വല്ല ബുദ്ധിമുട്ട് തോന്നിയ. ഇതേ കർപ്പൂരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
അതിങ്ങനെ പൊടിച്ച് പൊടിച്ച് എല്ലാവരും മണത്തോണ്ടാണ് കയറുന്നത് കേട്ടോ. എല്ലാവരും ഇപ്പം ഇരുന്നിരുന്നാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ലഗേജും കൊണ്ട് നടക്കണ്ടേ, അതാ ബുദ്ധിമുട്ട്. നമ്മുടെ അങ്ങനെ ദേ നമ്മൾ നടന്ന് ഗംഗാരിയിൽ നമ്മുടെ ഹോട്ടലിലോട്ട് എത്താറായി കേട്ടോ. അവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. നമ്മൾ കുബേർ എനക്സ് എന്ന് പറഞ്ഞിടത്താണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ തലേന്ന് തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും നടന്നും കുതിരപ്പുറത്തുമായിട്ടൊക്കെ എത്തിയതുകൊണ്ട് ഒരു രാവിലെ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് നടന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ സദ്ഗമയ ടീം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കുറച്ച് നല്ല ദൂരം നടക്കാനുണ്ട്. ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് ട്രെക്കിങ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നല്ല സ്പീഡ് തന്നെ നടക്കാൻ നോക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് 12 മണിക്ക് മുമ്പ് എന്തായാലും ചെക്ക് പോസ്റ്റ് കടക്കണം. 7 തൊട്ട് 12 മണിക്കുള്ളിൽ അകത്ത് കയറിയിരിക്കണം. പിന്നെ അവരാരെയും അകത്തോട്ട് കയറ്റി വിടില്ല. എൻ്റെ പൊന്ന് ഗൈസ്, വലിയ കയറ്റമാണ്. നമ്മൾ വന്നപ്പോൾ ലേറ്റായി. 11 മണിക്ക് മുമ്പ് ഇത് കയറിയാലേ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കയറുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ള പൂക്കളുടെ താഴ്വര കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഹിസ്റ്ററിയും കൂടെ അറിയാം. അപ്പോൾ ഏകദേശം 1930s 1930 ഫ്രാങ്ക് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളും അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാർ എറിക് ഷിപ്റ്റോണും RL ഹോൾസ്വർത്തും ഇവർ 3 പേരും കൂടെ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വഴി തെറ്റി അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു താഴ്വര, ഒരു വാലി കണ്ടു എന്ന് അവർ പറയുന്നത്. അപ്പം അവരിട്ട പേരാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. അങ്ങനെ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും ഒരു ഫീസുണ്ട്, എൻട്രൻസ് ഫീസുണ്ട്, അത് അടയ്ക്കണം, എന്നാലേ അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വാലി ഓഫ് ഫ്ലവേഴ്സിനകത്തോട്ട് കയറാം. ഇനിയാണ് കാഴ്ചകൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റേഴ്സ് ട്രെക്കിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പലതരത്തിൽ ഏകദേശം 600 വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് പൂക്കൾ കുറച്ച് കൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു സമയമാണ്. എന്നാലും ആ സമയത്ത് കാണുന്ന തരത്തിലുള്ള പൂക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ അരുവികളുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അരുവികൾ കാണാൻ പറ്റും. പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയയാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ നമ്മളൊരു ചെറിയൊരു അരുവി ഇപ്പം മുറിച്ച് കടന്നാണ് നമ്മൾ പോകുന്നത്. ഇനി അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ പാറയുടെ മുമ്പിൽ ഡയറക്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെയാണ് പോകേണ്ടത്, ഇങ്ങനത്തെ വഴിയാണ് എന്നൊക്കെ ഉള്ളത് അവർ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ വഴി എന്ന് പറയുന്നത് മലയുടെ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. നമ്മൾ ഹേംകുണ്ട് സാഹിബൊക്കെ പോകുന്ന പോലത്തെ വഴിയല്ല ഇതിലേ ഉള്ളത്. നമുക്കിവിടെ കുതിര അല്ലെങ്കിൽ മ്യൂൾ അത് അവൈലബിൾ അല്ല കേട്ടോ. ആകെയുള്ള പിട്ടുവിൻ്റെ സർവീസാണ്. പിട്ടു കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലാതെ കുതിര ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ നടക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും പലതരത്തിലുള്ള പൂക്കളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പയ്യെ നടക്കാം. ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് പൂക്കളുണ്ടാകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ട്രാവൽ ചെയ്യാൻ പറ്റിയ സമയമല്ല, കാരണം കൂടുതൽ മഴ പെയ്യുന്ന സമയമാണ്. പക്ഷെ ആ സമയത്താണ് ഏറ്റവും നല്ല പൂക്കൾ ഉണ്ടാവുക. നമ്മൾ വരുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞ് വീഴുന്ന ഒരു സമയമാണ് കേട്ടോ. ഇത് ഓപ്പൺ ആവുന്നത് ജൂൺ മാസങ്ങളിലാണ് തുറക്കുന്നത്. ഒക്ടോബർ വരെയൊക്കെ ആയിരിക്കും. അപ്പോഴത്തേനും ക്ലോസ് ആവും. പിന്നെ ഇതിലിങ്ങോട്ട് ആരെയും കടത്തി വിടത്തില്ല കേട്ടോ. ഈ മരം കൊള്ളാല്ലേ, നമ്മൾ പറഞ്ഞതാ. ഇവിടെ വന്നതിന് ശേഷം ഫ്രാങ്ക് സ്മിത്ത് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരുന്നു. അതിൻ്റെ പേരും വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് കേട്ടോ. ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ വന്ന് പല കളറിലുള്ള പല മണത്തിലുള്ള പൂക്കൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളാണ് അദ്ദേഹം കണ്ടതെന്നൊക്കെ. ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കല്ല് കൂട്ടി അടുക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം എല്ലാവരും. എപ്പം ലാൻഡ് സ്ലൈഡിങ് ഏരിയാസ് ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുമുണ്ട്.
അതുപോലെ നമുക്കിവിടെ ഒരുപാട് വാട്ടർഫോൾസ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികളും ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പുഷ്പാവതി നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അതിനുശേഷം അത് ലക്ഷ്മൺ ഗംഗയായിട്ട് ചേർന്ന് ഗോവിന്ദഘട്ടിൽ വെച്ച് അളകനന്ദയായിട്ട് ചേർന്ന് ഒഴുകുകയാണ്. നമ്മൾ ഈ താഴെ കാണുന്ന ലക്ഷ്മൺ ഗംഗയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ചെറിയൊരു പാലം ഉണ്ട് കേട്ടോ. നമുക്കവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങ് നടന്നു കഴിയുമ്പോഴാണ് ഗ്ലേഷ്യറൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് അടിക്കുന്നത്. നല്ല രസമാണ്. ഇങ്ങനെ നടക്കുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ സൈഡ് കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇരുന്ന് റെസ്റ്റ് എടുത്ത് പയ്യെ നടന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കാട്ടിലോട്ട് ഇറങ്ങി കുറച്ച് ഈ ഹെയർ പിൻ പോലത്തെ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് കയറ്റമുണ്ട്, നിരപ്പുണ്ട്, ഇറക്കമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പയ്യെ നിന്ന് റെസ്റ്റ് എടുത്തെടുത്താണ് പോകുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? നേരത്തെ പോലൊക്കെ തന്നെയാണോ? അതിലും ഗംഭീരം മെച്ചാ അല്ലേ? ഇന്ന് കാലാവസ്ഥയെല്ലാം നല്ലായിരുന്നു. ഇവിടെ നമുക്ക് പയ്യെ പോയാൽ മതി എന്നുള്ളവർക്ക് പയ്യെ ഇരുന്നിരുന്ന് പയ്യെ ആസ്വദിച്ച് പോകാം. സ്പീഡ് പോകേണ്ടവർക്ക് നേരത്തെ പോയാൽ കൂടുതൽ സമയം വാലി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എത്ര നടന്നെന്ന് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. കാരണം നമുക്ക് നല്ല കാലാവസ്ഥയാണ്. അന്ന് പോയ ദിവസത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ മൊത്തം ചെടികളുടെ ഇടയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. നല്ല എയറാണ് അവിടെ ഉള്ളത്. നമുക്ക് നല്ല രസമാണ് നിൽക്കാൻ. വേറൊരു ഫീലാണ്. അത് നിങ്ങൾ നേരിട്ട് പോയാലേ അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ അച്ഛനും അമ്മയും ഇവിടെ നടന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അവർ നല്ലത് മൊത്തം കയറുന്നുണ്ട് കേട്ടോ അവരും. ഒന്നൊന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വരുന്നേ ഉള്ളൂ. എൻ്റെ പിന്നെ മേള് കണ്ടോ നിങ്ങൾ? വാലി ഓഫ് ഫ്ലവേഴ്സ് വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു 2 സാധനങ്ങളുള്ളത്. കഴിക്കാനുള്ള ഫുഡും വെള്ളവും. നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ടിഫിൻ ബോക്സ് കയ്യിൽ കരുതുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഫുഡ് പാക്ക് ചെയ്ത്, ഇപ്പം നമ്മൾ ഇങ്ങനെ ടൂർ പാക്കേജ് ആയതുകൊണ്ട് സദ്ഗമ തന്നെ നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചുണ്ട്. കയ്യിലൊരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കരുതുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം എവിടെ നിന്ന് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. കാരണം നമ്മൾ പോകുന്നത് ഒരുപാട് അരുവിയുള്ള സ്ഥലത്ത്, എല്ലാം നല്ല ഫ്രഷ് വെള്ളം, നല്ല മിനറൽസ് ഇറങ്ങുന്ന വെള്ളം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. കയ്യിലൊരു വാട്ടർ ബോട്ടിലും കരുതണം. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേരെയാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഇങ്ങനെ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്. ചേട്ടനൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് പേരെ യാത്രക്കിടയിൽ പരിചയപ്പെടുക, പലതരത്തിലുള്ള പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് മുമ്പേ നടന്നു കേട്ടോ. അമ്മച്ചനൊക്കെ പുറകെ വരുന്നേ ഉള്ളൂ. ഡോറയുടെ പ്രയാണം പോലെ പുഴ, മല, കാട്, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ പുഴ കടന്നു, മല കയറി, പാലം കടന്നു, വെള്ളച്ചാട്ടം കടന്നു. ഇനിയിപ്പോൾ ഇത് ഇറങ്ങുക. 3 മണിക്കൂർ നടന്നിപ്പോൾ. മൊത്തം 4.5 കിലോമീറ്റർ. അത്രയാ മൊത്തത്തിൽ അത്രയും കിലോമീറ്റർ? 4 കിലോമീറ്റർ ആണ്. അപ്പം 6 കിലോമീറ്റർ ആയിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും പാസ് ചെയ്ത് എത്താറായിന്ന് തോന്നുന്നു. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിന് പണ്ട് ഈ ബഹുന്ദർ താഴ്വര എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് തൊട്ട് ഇങ്ങനൊരു താഴ്വര ഉണ്ടെന്ന് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ആരും ഇങ്ങോട്ടൊന്നും പോകില്ലായിരുന്നു. കാരണം എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇത് ഗന്ധർവന്മാരുടെയും യക്ഷന്മാരുടെയും ഒരു സ്ഥലമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പോയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിന് ഇൻ്റർഫിയറൻസ് കുറവായതുകൊണ്ട് അതിങ്ങനെ പ്രിസർവായി അത് നാച്ചുറലായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് വാലിയിലോട്ട് അടുത്തു. നമ്മൾ ഇതിൻ്റെ മെയിൻ ഏരിയാസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നമുക്ക് കാണാം ഒരു വെള്ളപ്പൂ, ഒരു ക്രീം കളർ പൂവൊക്കെ. ഇതാണ് ഗൈസ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇപ്പം മഴ പെയ്തു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. ഈ വെള്ളപ്പൂവും മഞ്ഞപ്പൂവും ഒക്കെ ഉള്ളൂ.
അല്ലെങ്കിൽ ഇവിടെ പല കളർ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടാവുന്നതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്ക് ഗൈസ്, നമുക്ക് ഗ്ലേഷ്യറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് ചെയ്തുകൊണ്ട് വന്നായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടിട്ട് പോകരുത്. കൊണ്ടുവന്ന സാധനം അതേപടി തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛ അവിടെ ഇരുന്ന് കേട്ടോ. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്താണ് കുറച്ച് കോട കുറവ്, അല്ലെങ്കിൽ നിറച്ച് മഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഗ്ലേഷ്യർ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. ഇത്രയാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് വേണേൽ പോകാം, പക്ഷേ ആൾക്കാരൊക്കെ സാറിന് ഇവിടെ വരെയാണ് വരാറ്. അതാണ് നല്ല വാല്യൂ കേട്ടോ. മതിയല്ലേ, എന്നാ വെക്കാൻ ബാഗിലോട്ട് വെച്ച് നമ്മളിവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്ത് സൈഡേ അമ്മയ്ക്ക് അത്ര സുഖമില്ല. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേറിയതിലും വേഗത്തിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലേ. കേറിയപ്പോഴത്തേ നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ കുറച്ചുള്ള ഒരു ബ്രീത്തിങ് ഇതായിരുന്നു പ്രശ്നം. അമ്മയ്ക്ക് മുട്ടിന് വിഷയമുണ്ട്, പക്ഷെ എനിക്ക് പക്ഷെ തിരിച്ചു വലിയ വിഷയം തോന്നുന്നില്ല കേട്ടോ. കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് നടത്തു നോക്കി നടക്കണം, അല്ലേ കൊക്കെ കിടക്കും. ഓക്കെ, എക്സ്പീരിയൻസ്. ഇന്നലെ രാത്രി ഞങ്ങൾ പകുതി വഴി നടന്നു. കുതിര കയറി ഞങ്ങൾ ഇങ്ങനെ നടക്കാം. ഞങ്ങൾ ഇപ്പോഴത്തെ നടക്കല്ലേ. അപ്പോൾ ഈ ഹേമകുംസാരി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു എത്തൂല, കയറിക്കോ, വേണ കയറിക്കോ. ഐശ്വര്യ ചേച്ചിയൊക്കെ ഇന്നലെ ഗോവിന്ദഘട്ടിയിൽ നിന്ന് നടന്നാണ് കേട്ടോ ഗംഗാറിക്ക് വരാനായിട്ട് ഇറങ്ങിയത്. പകുതി വഴിയായപ്പോൾ ഇരുട്ടി തുടങ്ങി. പിന്നെ അവർക്ക് വേറെ വഴിയില്ലാതെ അവർ കുതിരപ്പുറത്ത് കയറി എന്ന് പറയുന്ന ആ കഥ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കാൻ നോക്കിയിട്ട് മിക്ക ആൾക്കാരും പകുതി വഴി വെച്ച് മ്യൂളിൻ്റെ മേളിൽ കയറിയാണ് വന്നത്. അതും റിസ്ക് ആയിരുന്നു. വഴി നമുക്ക് തിരിച്ചു പോകുമ്പോൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്ര മോശം വഴിയാണ് ഗോവിന്ദഘട്ടിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി പറയായിരുന്നു നടക്കാനാണ് ഒരുപാട് സമയം എടുക്കും, ഉച്ചയ്ക്ക് നടന്നു തുടങ്ങിയാലൊന്നും രാത്രിയാകുമ്പോൾ എത്തുകയില്ലെന്ന്. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിനാണല്ലോ വന്നത്, പക്ഷേ തിരിച്ച് നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലത്തെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടീമിലുള്ളവരാണ് കേട്ടോ. എല്ലാവരും എന്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയ സമയത്ത് പൂക്കൾ കുറവുള്ള സമയമാണെങ്കിലും അപ്പോഴും നമുക്ക് പലതരത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുള്ള കുറേ എണ്ണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ കുറച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തായാലും നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എല്ലാവരും തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് സന്ധ്യ ആവുന്നതിന് മുമ്പ് 4 മണിക്ക് മുമ്പ് എല്ലാവരും വെളിയിൽ ഇറങ്ങണം എന്നാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയമായപ്പോൾ അതേ എൻട്രൻസിൽ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ പലതരത്തിലുള്ള പൂക്കളുടെ പേരും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ നമ്മുടെ നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി ഒരു ചായയും പക്കോടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള പ്ലാൻ പറയുകയാണ്. ദിവാകർജിയും വിനോദിയേട്ടനോട് നാളെ ഹേംകുണ്ട് സാഹിബിലാണ് പോകുന്നത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ ഏരിയയിലും നമ്മുടെ ഈ ഹോട്ടലിലും ഒക്കെ കാല് മസാജ് ചെയ്യുന്ന സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി നടന്നല്ലേ, ശീലമില്ലാത്തതുകൊണ്ട് തന്നെ കാലിനൊക്കെ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാലിൽ മസാജൊക്കെ ചെയ്ത് കഞ്ഞിയൊക്കെ കുടിച്ച് ഇന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ നമുക്ക് ഹേംകുണ്ട് സാഹിബിൽ പോകണം. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.